ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട സെപ്റ്റംബർ മന്ത് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു പൈൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഇതൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതിയാവും. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ റീസണേറ്റ് ആവാനുള്ള 100% ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതൊരു എനർജി റീഡിംഗ് ആയിരിക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അതായത് നിങ്ങളുടെ എനർജി എടുത്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, ഈ കാണുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ സ്പ്രെഡ് ചെയ്ത് തന്നിട്ടാണ് ഇവിടെ നമ്മൾ റീഡിംഗ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഈ വീഡിയോ കാണുന്നതോടുകൂടി ഒരുപാട് ആൾക്കാർക്ക് എനർജി ക്ലെൻസ് ആയി കിട്ടാനും ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഇവിടെ കിട്ടാനും ചാൻസ് ഉണ്ട്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളെ മെയിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ റീഡിംഗ്, സെപ്റ്റംബർ മാസം നിങ്ങളുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ സമയം നിങ്ങൾ കണ്ണേറ്, കമ്പേറ്, ദൃഷ്ടിദോഷം അങ്ങനത്തെ എന്തെങ്കിലും അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്നും അതെല്ലാം സൈക്കിക് അറ്റാക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം, ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും വാനിഷായി പോകുന്നതാണ് എന്നും ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കാം. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് മാറ്റപ്പെടും ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി. ഈ ഒരു സിറ്റുവേഷൻ വരെ എന്തെങ്കിലും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. യെസ്, ഫസ്റ്റ് തന്നെ ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേര് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നറിലുണ്ടാവുന്ന പെയിന്, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചെന്ന് ചാടിക്കൊടുത്ത ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂസ്, ഒരിക്കലും ചെന്ന് എത്തിപ്പെടരുത് എന്ന് അല്ലെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ജോലിയിൽ ചെന്ന് എത്തിപ്പെട്ട് അവിടെ കിടന്ന് കരഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ്, ഒരുപാട് ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ്, ഒരിക്കലും എത്തിപ്പെടരുത് എന്ന് പറഞ്ഞ് നിന്ന ഫാമിലിയിലോ സിറ്റുവേഷനിലോ എത്തിപ്പെട്ട് ഒരു വ്യക്തിയെ കൊണ്ടായിരിക്കണം, ഒരു ജനതയെ കൊണ്ടായിരിക്കണം, ഒരു സമൂഹത്തെ കൊണ്ടായിരിക്കണം, ഒരു ഫാമിലിയെ കൊണ്ടായിരിക്കും, ഫ്രണ്ട്സിനെ കൊണ്ടായിരിക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവസാനം പണി കിട്ടി മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആരടുത്ത് എങ്ങനെ പറഞ്ഞ് ഇവിടെ എന്ത് തീരുമാനം എടുക്കും എന്നറിയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് പേരെ ഈ സമയത്ത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർ സംഭവം എന്ന് പറയുന്നത് എടുത്ത തീരുമാനത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെടുത്ത തീരുമാനം മേ ബി ശരിയായി കാണത്തില്ല, അല്ലെങ്കിൽ ചൂസ് ചെയ്ത പേഴ്സൺ ശരിയായി കാണത്തില്ല, അല്ലെന്നുള്ള ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു, അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു. ഇത് പലരുടെയും സിറ്റുവേഷൻസ് ആണ്. ഇവിടെ കാണിക്കുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് മഴ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് മഴ കാത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കയറി പിടിച്ചു പോകാം. അത് കരിയറിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, നിൽക്കുന്ന ലൂപ്പായിരിക്കാം. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരുപാട് വിഷമം, ഒരുപാട് പെയിൻ, ഒറ്റയ്ക്കിരുന്ന് സാക്രിഫൈസ് ചെയ്ത് വിഷമിക്കുന്നുണ്ട്, ഒരു കാര്യമില്ലാണ്ട് വിഷമിക്കുന്നു. ചില സിറ്റുവേഷൻസിലൊക്കെ മൂഡ് സ്വിങ്സ് ക്യാരക്ടറാണ്. അതായത് ഒരു കാര്യമില്ലാണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നു, ഒരു കാര്യമില്ലാണ്ട് എനിക്ക് പെയിൻ ആവുന്നു, എന്തെന്നില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, എന്തെന്നില്ലാത്ത ഡിസിഷൻസ് എടുക്കുന്നു, വന്നവരും നിന്നവരും ഒക്കെ പോകുന്നു. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് കണ്ണേറാണോ, എനിക്ക് കമ്പയറാണോ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നത്, ഞാൻ കാണാൻ നല്ലതാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല എഡ്യൂക്കേഷനാണ്, എൻ്റെ റിലേഷൻഷിപ്പ് നല്ലതാണ്, പക്ഷേ എന്തുകൊണ്ട് റിലേഷൻഷിപ്പും കരിയറും ഫിനാൻസും ഒക്കെ ഇങ്ങനെ ആകുന്നു എന്നുള്ളൊരു ചില തോന്നൽ. എനിക്ക് മാത്രമാണോ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ ഇങ്ങനെ ഒറ്റക്കിടന്ന് അനുഭവിക്കുന്നത്, എന്നെ മാത്രമാണോ ഒരു കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു യൂണിവേഴ്സ്,
പണ്ടത്തെ ഒരു സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ഭയങ്കര മോശമായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരും സംബന്ധിച്ചും കാണാൻ പറ്റുന്നുണ്ട്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോയാലും കുഴി, ഇങ്ങോട്ട് പോയാലും കുഴി. സെൻട്രലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാത്ത ചില സിറ്റുവേഷൻസിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആ ഒരു വേനൽക്കാലത്തുണ്ടായിരുന്ന മരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇറ്റിറ്റ് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഈ ഫുൾ മൂൺ കഴിയുന്നതിന് ശേഷം കിട്ടും. കാരണം എന്ന് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സമയമാണ്. ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസും ഒരുപാട് ഡാർക്ക് നൈറ്റ്സും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് നിങ്ങൾ മാത്രമല്ല, അത് യൂണിവേഴ്സ് ചേഞ്ച് അല്ലെങ്കിൽ കാലചക്രം ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിനെ നിങ്ങൾ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആരോ എനിക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എനർജി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എനർജി മാറുന്നതിനനുസരിച്ച് എല്ലാ സമയവും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് നിങ്ങളോ ഡാർക്ക് നൈറ്റ് സോളിൽ വിഷമിച്ച് പെയിനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് നിങ്ങളെ കൂടെ വന്ന് നിൽക്കുന്ന ആൾക്കാരും കൂടെ നിങ്ങളെ കുത്തിയിട്ട് പോയാലോ, സമാധാനിപ്പിക്കാൻ വരുന്ന ആൾക്കാരും കൂടെ വിഷമിപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു. ആരുടെ കൂടെ നിന്ന് കഴിഞ്ഞാലും എന്തൊക്കെ ആൾക്കാരുടെ മായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ വ്യക്തികളിൽ നിന്നും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം അവസാന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നു. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നു? ആ വ്യക്തിയുടെ കർമ്മ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. ആദ്യമൊക്കെ നല്ല രീതിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന് ആദ്യമൊക്കെ നല്ല ലൂപ്പാണ്, നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കോമ്പിനേഷൻസ് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടൊരു ഡാർക്ക് നൈറ്റ് സോൾ നിങ്ങൾക്ക് അത് വിഷമം തരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ട്രോമ തരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുക. മറ്റുള്ളവരെയൊക്കെ നോക്കുന്ന സമയത്ത് അവരിപ്പോഴും എൻജോയ്മെൻറ്റും ഹാപ്പിനെസ്സും സക്സസ്സും മാത്രം ആകുന്നു. നിങ്ങളുടെ ലൈഫ് മാത്രം ഒരു സക്സസ് ഇല്ല, ഒരു കരിയർ ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞ് പെയിനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. എപ്പോഴും ദേഷ്യം. ഈ ഒരു സിറ്റുവേഷനിൽ പോയി ചില ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം, ചില ആൾക്കാരെ ക്യാരക്ടർ തന്നെ മാറിപ്പോയി. ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ആരുടെടുത്തൊന്നും മിണ്ടാൻ തോന്നുന്നില്ല, ആരുടെടുത്തൊന്നും ഉരിയാടാൻ തോന്നുന്നില്ല, ഒറ്റയ്ക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻട്രോവർട്ടായി. മേ ബി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ പറയുക നല്ല എനർജറ്റിക്കും നല്ല സിറ്റുവേഷനിലും നല്ല വഴിയും പാത്തും ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങളെടുത്തൊരു തീരുമാനം, നിങ്ങളെടുത്തൊരു ഡിസിഷൻ, ആ ഡിസിഷൻ ആയിരിക്കണം നിങ്ങളെ സംബന്ധിച്ച് എന്തോ ഒരു ഡിസിഷൻ. ഇപ്പോൾ കരിയറിലാണെന്നുണ്ടെങ്കിൽ കരിയർ ഡിസിഷൻ, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഡിസിഷൻ. നിങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ സ്റ്റക്കാണ് നിങ്ങൾക്ക്. പക്ഷേ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോവാം, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോവാം. എങ്ങോട്ട് മാറിപ്പോയാലും ഫ്രണ്ടിൽ സ്റ്റക്കില്ല. ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് അവിടെ അങ്ങ് നിൽക്കും. പിന്നെ ആ പെയിൻ വിഷമം അതേ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്, എല്ലാ സിറ്റുവേഷൻസും. അത് കൂടുതലും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാർ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, വിഷമിക്കാണ്ടിരിക്കുക. എന്തിനാണ് വിഷമിക്കുന്നത്? ഇവിടെ മെയിൻലി കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ലൊരു സമയം വരും എന്ന് പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ലൊരു ടൈം വരും, എനിക്ക് നല്ലൊരു സമയം വരും എന്നുള്ളൊരു സിറ്റുവേഷൻസ്. ഒരുപാട് പേർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മമുണ്ട് കേട്ടോ. ഒരുപാട് ഇവിടെ പറയുന്നത് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒന്ന് തീർത്ത് അടുത്തതിലോട്ട് കടക്കുന്ന സമയത്തായിരിക്കണം ആ വ്യക്തി മൂലം കർമ്മം കിട്ടുന്നത്. ഒന്ന് തീർത്ത് അടുത്ത കരിയറിലോട്ട് കയറുന്ന സമയത്തിന് അവിടെ ഒരുപാട് സ്ട്രഗിൾസും അവിടെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും അവിടെ ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്തിട്ട് ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാത്തൊരു പെയിനായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം കാണുന്ന സമയത്ത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന സമയത്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി, ഭയങ്കര സക്സസ് എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കുന്ന സാധനങ്ങളെല്ലാം പിന്നീട് നിങ്ങളെ ഡാർക്ക് നൈറ്റ് സോളിൽ കൊണ്ടുവിടുന്നു. പിന്നീട് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കൊണ്ടുവിടുന്നു. ആദ്യം നിങ്ങൾ ഭയങ്കരമായിട്ടും അടിപൊളി സക്സസ്, എൻജോയ്മെൻറ്റ്, എനിക്ക് ഈ ജോലി ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് നിന്ന ജോലി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്ത ജോലി എന്ന് പറഞ്ഞ് നിങ്ങൾ കയറിയ പല സിറ്റുവേഷൻസും ഇന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ പിറകിലായിട്ട് ഒരുപാട് നെഗറ്റീവ്സും പ്രോബ്ലംസും, മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഫേസ് ചെയ്ത് അവിടെ വിഷമിച്ചത് വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വാട്ടർ സൈനാണ്. ഒരുപാട് പേര് വാട്ടർ സൈനാണ്. അതായത് വാട്ടർ സൈൻ എന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം എന്നുള്ളത്, നിങ്ങളിപ്പം എൻ്റെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ കുപ്പിയിൽ വെച്ചിട്ട് അടച്ചു കൂട്ടി വയ്ക്കാം. അപ്പം കുപ്പിയിലായി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം എന്നുണ്ടെങ്കിൽ പാത്രത്തിലിടാം, അപ്പം അത് ഇണക്കായി. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു പോയി. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരുപാട് പേര് നിങ്ങളെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഇവൻ ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്തായിരിക്കണം നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞൂടാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങളെ പരിചയം പോലെ ഇല്ലാത്ത ആൾക്കാർ വരെ നിങ്ങൾ പല രീതിക്കും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളിവിടെ ഭയങ്കര ജെനുവിനാണ്, നിങ്ങളിവിടെ ജെനുവിൻ ക്യാരക്ടറായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ 100% ആത്മാർത്ഥത എല്ലാ കാര്യത്തിനും കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ എന്തിനാണോ 100% ആത്മാർത്ഥത കൊടുക്കുന്നത് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പണി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്ത് കാര്യത്തിലും നിങ്ങൾ അത് ഏറ്റുപിടിച്ചു വാങ്ങും. അതായത് വെറുതെ അങ്ങോട്ട് പോകുന്ന സാധനമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കണം. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു എനർജി കണ്ടിട്ട് നിങ്ങൾ അത് പോയി ചോദിച്ച് വാങ്ങി നിങ്ങൾ അതിൽ പണിയും കിട്ടി പോകുന്നൊരു സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ചോദിച്ച് വാങ്ങുന്നു. അത് തന്നെയാണ് ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണുന്നത്. പക്ഷേ യുവർ ജെനുവിൻ, നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളെ കൈവിടുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫിൽ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അവരുടെ കർമ്മ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തേജാവ് എക്സ്പീരിയൻസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹീലിംഗ് സെക്ഷൻസുകൾ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള കണക്ഷൻസ് ഉള്ള വ്യക്തികളായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കണക്ക് പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, കണ്ടത് പറയണമല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് ലോസ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, ഈ ഒരു സെപ്റ്റംബർ മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് പ്രോബ്ലംസായി നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, മനസ്സ് തകർന്ന് ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണെന്ന് കൂട്ടുക. നിങ്ങളൊരു ഫെമിനിയൻ എനർജിയാണ്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. പോയ ആളാണെങ്കിൽ മനസ്സും തിരിച്ചു തന്നിട്ട് പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലൂടെ അയക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇരുത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളെ പെയിനാക്കുന്നതും, നിങ്ങളെ വിഷമിക്കുന്നതും, നിങ്ങളുടെ എനർജീസ് ഡൗൺ ആവുന്നതും, എന്താ പറയുക, നിങ്ങളൊരു ഡൗൺ ടു എർത്തിൽ കൊണ്ട് നിർത്തുന്നതും, സ്പിരിച്വൽ വേൾഡിൽ നിങ്ങളെ കയറ്റുന്നതും, നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ ഇരുത്തുന്നതും, എല്ലാവരും എല്ലാ കാര്യത്തിലും ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പല കാര്യത്തിലും നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതും, ഇതൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട് തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് വിഷമം, ആരുടെ അടുത്ത് എന്ത് പറയണം എന്നറിയുന്നത്, ഹാർട്ട് ബ്രേക്കിംഗ് ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് എനിക്ക് ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ബട്ട് ഈ സമയം മാറുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഈ ഒരു സെപ്റ്റംബർ മാസം മാറി വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേർക്ക് കണ്ണേറും കമ്പയറും ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ദൃഷ്ടിദോഷം അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എനർജിയൊക്കെ ക്ലെൻസ് ആയിക്കോളും. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മേജർലി വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്, പുതിയൊരു ടൈം നിങ്ങൾക്ക് വരുന്നുണ്ട്, പുതിയൊരു സമയം. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒരുപാട് ചലഞ്ചസും ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് പ്രോബ്ലവും ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസാണ്. ഒരു ബ്രീത്ത്, എന്താ പറയുക, നിങ്ങൾക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവും, യൂണിവേഴ്സൽ എന്താണെന്ന് മനസ്സിലാവും. യൂണിവേഴ്സൽ നിങ്ങൾക്ക് ഒരുപാട് വിക്ടറി ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് സക്സസ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു ചേരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന ചില ആൾക്കാരിൽ നിന്നും നിങ്ങൾക്കത് സാധിച്ചെടുക്കുന്നതായിട്ടും കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയം കൂടുതലും നിങ്ങൾ ക്ലാരിറ്റി ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക്. ഒരുപാട് ഗ്ലോ ആവുന്നുണ്ട് ഈ സമയത്ത്. നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് വിഷമിച്ചും കാര്യങ്ങൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ചില ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അൾട്ടിമേറ്റ് ഫെമിനിയൻ എനർജിയുടെ പീക്ക് പോയിന്റിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പാഷൻ, നിങ്ങൾ ആഗ്രഹിച്ച കരിയർ, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തോട്ട് യാത്ര പോവുക, ഒരുപാട്
ഒരുപാട് ട്രിപ്പിന് പോകുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് യാത്രകൾ, മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് വാക്കുകൾ, ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുക, പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ടുള്ള പുതിയ പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, പുതിയ പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടുക, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് ഈ സമയം നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഈ സെപ്റ്റംബർ മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഹീല് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ എനർജി ക്ലീൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നെഗറ്റിവിറ്റീസ്, ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ്, നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം, മെഡിറ്റേഷൻ, യോഗ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് ആൾക്കാർ, പാസ്റ്റിൽ നിന്നും പോയ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഒരുപാട് വിക്ടറി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എനർജി, നിങ്ങളിൽ നിന്നും മാറിപ്പോയ, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ, നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കണം, അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ ഈ സമയത്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, പഴയ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പഴയകാല ചില കാര്യങ്ങൾ, കർമ്മകളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് റിലീസ് ആവുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് സെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ടെലിപ്പതി കണക്ഷൻസ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടാകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങൾക്ക് ഒരുപാട് കൂടുന്നുണ്ട് ഈ സമയം. സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള വേ നിങ്ങൾക്കില്ല, പ്രോപ്പറായിട്ടുള്ളൊരു ജോലിയില്ല, പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വിക്ടറി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ ലൈഫിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് ഈ സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പീക്ക് ലെവൽ നിങ്ങൾ ഈ സമയം കാണുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാരക്ടർ ചേഞ്ചിങ്, അതുപോലെ തന്നെ ഹീലിങ്, അതുപോലെ തന്നെ ക്ലെൻസിങ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റം, നിങ്ങൾക്കൊരു ആശ്വാസം തോന്നുന്ന രീതിയിൽ എന്തൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും ഈ പറയുന്ന സെപ്റ്റംബർ മന്ത് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സെപ്റ്റംബർ മന്ത് പകുതിയോടൊക്കെ അനുബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവും സാറ്റിസ്ഫാക്ഷനും നിങ്ങളുടെ സോൾ പർപ്പസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു എനർജി ഇവിടെ നിന്ന് ഫീൽ ചെയ്യും, ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും, മനസ്സിനൊരു സന്തോഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യും. ഒരുപാട് നെഗറ്റീവിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സാധനം നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറി ആയിട്ട് ഏതൊക്കെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ആയിട്ട് വന്ന് ഒരുപാട് സക്സസ്. ചില സമയത്ത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് കാർമിക്ക് അല്ലെങ്കിൽ ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കണം, പക്ഷേ ചില എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും ഒരു മിനിറ്റ് നിങ്ങളെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച് ക്ലെൻസ് ചെയ്യാനും വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ചില ലൂപ്പുകളാണ്. അതായത് മേ ബി ഫ്രണ്ട്സ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ജോലിയിൽ എത്തിപ്പെട്ടിട്ട് നിങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ആ ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വേറെ എന്തോ ഒരു അനദർ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവം നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്തെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മന്ത് റീഡിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലുക്കായിരിക്കാം, നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ പോസിറ്റിവിറ്റി ആയിരിക്കാം, നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുത്ത നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫേസ് ആയിരിക്കാം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെടുത്ത എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, നിങ്ങളുടെ കണ്ണായിരിക്കാം, എന്തൊക്കെയോ ഭയങ്കര അട്രാക്റ്റഡ്, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ ചുണ്ട്, നിങ്ങളുടെ നെക്ക്, വേറെ പലതും. ഓക്കെ, വേറെ പല സംഭവങ്ങളും ആൾക്കാർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മനസ്സിൻ്റെ ഒരു കട്ടിപ്പ് മാറിയിട്ട് ഒരു പുതിയൊരു ടൈം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം എന്താണ് പറയുക, നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, പുറത്തോട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഗുഡ് സ്പിരിറ്റ്, അതായത് ഈ സമയം എന്ന് പറയുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ആൾക്കാർ, പുതിയ എൻജോയ്മെൻറ്റ്, പുതിയ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു. ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫർമേഷൻ.
എന്തിൽ നിന്നുമോ വന്ന വ്യക്തികൾ എന്തിലോട്ടോ ആയിപ്പോയി, എന്തിലോട്ടോ ഒരു മാറ്റം സംഭവിക്കുന്നു, ആരൊക്കെയോ എൻ്റെ ലൈഫിൽ വരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ, എൻ്റെ ലൈഫിൽ ഏതോ ഒരു എനർജി കടന്നു വരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മാറാൻ പോകുന്നു, എൻ്റെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ വരേണ്ട ഒരു ഹാപ്പിനെസ്സിലായിട്ടുള്ള ഒരു ടൈം. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു ഡോർ ഓപ്പൺ ആയി എന്നുള്ളത് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും കരിയർ ഗ്രോത്തും എല്ലാം വരുന്നതായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നെഗറ്റീവ് ആക്കാനും നമ്മളെ നിന്ന് ഒരുപാട് എനർജി ആയാലും അല്ലെങ്കിൽ നമ്മളെ നിന്ന് എന്താ പറയുക, നമുക്ക് ഒരുപാട് നഷ്ടം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചെന്ന് പെടാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ബിസിനസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം. എന്ത് കാര്യത്തിലായാലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം എന്താ പറയുക, ഒരു എന്തെങ്കിലും കാര്യം നിങ്ങളെ മുന്നിൽ വെച്ച് ആരെങ്കിലും നീട്ടുവാണ്, അല്ലെങ്കിൽ ഇപ്പം ഓണം പരമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവം പരമായിട്ട് നിങ്ങളുടെ ഓഫറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ പറയുക പറ്റിക്കൽ ചെന്ന് പെടാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ബാക്കി നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മതി. ഒരു തവണയും കൂടെ ചിന്തിച്ചിട്ട് ആ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പറ്റിക്കൽ, വെട്ടിപ്പ് അങ്ങനത്തുള്ള സംഭവത്തിൽ നിന്നും ചെന്ന് പെടാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഡിവൈൻ പവർ ഉണ്ടാവുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അവേക്കനിങ് ആവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വേണ്ടാത്ത കാര്യങ്ങളിലോട്ട് ചെന്ന് ഇടപെടാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ ഹെൽത്ത് മെയിൻലി കോൺസെൻട്രേഷൻ ചെയ്യുക. ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് മാത്രം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആ തീരുമാനം ശരിയാണോ തെറ്റാണോ, ഞാൻ ഒരു സാധനം മേടിക്കുന്നതിന് മുന്നേ ആ മേടിക്കുന്ന സാധനം എനിക്കിപ്പം ആവശ്യമുള്ളതാണോ എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം നിങ്ങളത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. അല്ലെങ്കിൽ ആ സാധനം മേടിച്ചതിന് ശേഷം അത് നഷ്ടമായി പോയി, എനിക്ക് എന്തെങ്കിലും നഷ്ടമുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ആ കഴിവ് നിങ്ങൾക്ക് നല്ല രീതിക്ക് വേണ്ടിയിട്ട്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് മറ്റുള്ളവർക്ക് പാഷനേറ്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ കഴിവ് വെച്ചിട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ വെച്ചിട്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഈവൻ അത് കണ്ണേറായാലും കമ്പയർ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ അവേക്കനിങ് ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സമയത്ത് നിന്നും ഹീലായി പോകുന്നുണ്ട്. കാരണം സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര നെഗറ്റീവ്പരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഭയങ്കര ഫയറായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഫയർ നിങ്ങൾ മറ്റുള്ള ഒരാളിൽ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര ഫയറായിട്ട് നിൽക്കണം. ആ ഒരു ഫയർ നിങ്ങൾ മറ്റുള്ള ആളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാത്രം വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫയറിനെ നിങ്ങളുടെ ഉള്ളിലെ വാട്ടർ സൈൻ കൊണ്ട് നിങ്ങളതിനെ ശമിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നെഗറ്റീവ്പരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് പോസിറ്റീവ് ആക്കിയിട്ട് ആ പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവിനെ മായ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൂടുതലും ചെയ്യേണ്ടത്. അപ്പം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ മിറർ കണക്ക് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ ഈഗോ ആയിരിക്കാം, നിങ്ങളുടെ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസസീവ്നെസ് ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പ്യുവറായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം സെപ്റ്റംബർ മന്ത് റീഡിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഒരുപാട് സക്സസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ സമയത്ത് നിങ്ങൾക്ക് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ കാർഡും കൂടെ നമുക്ക് നോക്കാം. യെസ്, ആദ്യമേ കാണിച്ച കാർഡ് അത് തന്നെയാണ്. നിങ്ങൾക്കൊരു ഒരു വാട്ടർ സൈനുണ്ട്, നിങ്ങൾക്കൊരു ഫയർ സൈനുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തരുന്നതായിരിക്കും. കർമ്മ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഒരു മാറ്റം, എന്തൊക്കെ ഒരു ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള അൺലേക്കിലി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടി നോക്കുക.
കണ്ണേറ്, കമ്പേറ്, ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക്, കൂടോത്രം അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ സിറ്റുവേഷൻസ് എല്ലാം മാറ്റിയിട്ട് പോസിറ്റീവിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലോട്ടും എത്തിപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഇൻഡ്യൂഷൻ കിട്ടുമല്ലോ, നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഇൻഡ്യൂഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആകും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പോസിറ്റീവിലോട്ട് മാത്രം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഡിവൈനെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുക. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ഡിവൈനെ ചീത്ത പറയും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രസ്റ്റ് ഇല്ല, സ്വന്തമായിട്ടൊരു വിശ്വാസമില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതെന്താണ് ഏതാണെന്ന് മനസ്സിലായി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ട്രസ്റ്റ് യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ സെപ്റ്റംബർ മന്തിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇത് തന്നെയാണ് സെപ്റ്റംബർ മന്തിലോട്ടുള്ള റീഡിങ്. അപ്പം കുറച്ച് നാളത്തേക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളായിപ്പോയി. അപ്പം ഇനി ഡെയിലി വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു. എല്ലാവർക്കും ഹാപ്പി ഓണം.